കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 133 അധ്യായം അതിൻ്റെ 1 വാക്യത്തിൽ ദാവീദ് രാജാവ് ഇങ്ങനെ പറയുന്നു: ഇതോ സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ പറയാണ് സഹോദരന്മാർ ഒരുമിച്ച് ചെയ്യുന്ന വാസം എത്ര മനോഹരമെന്ന് വചനം പറയുന്നു. അപ്പോൾ ഇന്ന് നാം ലോകത്തിൽ കുടുംബങ്ങളിൽ നോക്കുകയാണെങ്കിൽ, പണ്ടൊക്കെ ആണെങ്കിൽ കൂട്ടുകുടുംബമായിട്ട് എല്ലാവരും ഒരുമിച്ച് സന്തോഷമായിരുന്ന നിമിഷങ്ങളാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഓരോരുത്തരും തനിത്തനിയായി ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ പണ്ടത്തെ പോലെ കാലം ഇപ്പോൾ വീട്ടിലൊക്കെ സന്തോഷക്കുറവുണ്ട്, അല്ലെങ്കിൽ ഒരു വല്ലാത്ത ആ ഒരു അന്തരീക്ഷത്തിൽ കൂടെയാണ് ഇരിക്കുന്നത്. പക്ഷെ ആ ഒരു മനോഹരത്വം ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു എന്ന്. അപ്പോൾ സഹോദരന്മാരോട് ഇന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ശണ്ട ഉണ്ടാക്കി പിണങ്ങിയിരിക്കുന്നവരാണ് അനേകർ പേരും. പക്ഷെ ഒത്തൊരുമിച്ചുള്ള സഹോദര സ്നേഹത്തിലും ആ ഒരു ഐക്യതയിലും പോകുന്നവർ വളരെ ചുരുക്കമാണ്. പ്രിയ ദൈവ പൈതലെ, നാം വീട്ടിലായാലും കുടുംബത്തിലായാലും നാം ജോലി സ്ഥലങ്ങളിലായാലും അല്ലെങ്കിൽ ഒരു സഭയിലായാലും നമ്മോട് കൂടെ ഇരിക്കുന്ന നമ്മുടെ കൂട്ടു സഹോദരന്മാരോട് നാം സകലത്തിലും നിരപ്പ് പ്രാപിച്ച് സന്തോഷത്തോടു കൂടെ ഇരിക്കുകയാണെങ്കിൽ അതിലൊരു കൂട്ടായ്മ നമുക്ക് കാണുവാൻ സാധിക്കും, അതിലൊരു മനോഹരം നമുക്ക് കാണുവാൻ സാധിക്കും, അതിലൊരു തൃപ്തി കാണുവാൻ സാധിക്കും. പക്ഷേ ഇന്ന് ആ മനുഷ്യൻ്റെ തൃപ്തിക്കായി അല്ലെങ്കിൽ ഒരു സന്തോഷമായ മനോഹരമായ ഒരു ജീവിതത്തിനായി ലോകത്തിൽ എവിടെ കിട്ടുമെന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും പോയി മദ്യശാലകളിൽ അഭയം പ്രാപിക്കുന്നവരാണ് ഏറെ പേരും. അവർ പോകുന്നത് ഒരു സന്തോഷത്തിന് വേണ്ടിയാണ്, പക്ഷേ ഒരു സമാധാനത്തിന് വേണ്ടി, ഒന്ന് ഉറങ്ങാൻ വേണ്ടി. പക്ഷെ തന്നോടിരിക്കുന്ന ഒരു സഹോദരനോട് മനസ്സ് തുറന്ന് സംസാരിക്കാനോ അവനോട് കൂട്ടുചേരുവാനോ മനസ്സ് കാണിക്കുന്നില്ല. ഇന്ന് പ്രിയ ദൈവ പൈതലെ, നമ്മുടെ സന്തോഷം നമ്മുടെ ആ ഒരു സഹോദരന്മാരോട് ഒത്തൊരുമിച്ച് ജീവിക്കുന്നതിലായിരിക്കട്ടെ. ദൈവം അതിനു വേണ്ടി എല്ലാവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, ഈ സമയത്ത് ഈ സമചനം കേട്ടുകൊണ്ടിരുന്ന ഓരോരുത്തരും അപ്പൻ്റെ കരങ്ങൾ തരുന്നു. തങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ, ഒരു സഹോദരന്മാരോട് ഒത്തൊരുമിച്ച് ജീവിക്കുന്നത് എത്ര ഭാഗ്യവും എത്ര മനോഹരവുമെന്ന് നിൻ്റെ മക്കൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇവിടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ നീ തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വരവരെയും കർത്താവെ സത്യത്തിലും നീതിയിലും വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.